പതിറ്റാണ്ടുകൾക്ക് പുറകിലേക്ക്. ഓർമ്മകളുടെ തുരത്തിൽ മൂകമായി 1940-കൾ. വികസനത്തിന്റെ ലാഞ്ചന പോലും എത്തിനോക്കാത്ത ഒരു ഭൂപ്രദേശം. കേരള സംസ്ഥാനത്തിന്റെ പശ്ചിമഘട്ട മലനിരകളിൽ ചേർന്ന് കിടക്കുന്ന കർണാടകയും കേരളവും അതിർത്തി പങ്കിടുന്ന നാട്. 2 സംസ്ഥാനം, 2 ജില്ല, 2 പഞ്ചായത്തുകൾ. ഇതാണ് ചെറുപുഴ എന്ന ഗ്രാമം. പ്രകൃതിയുടെ രൗദ്രഭാവങ്ങൾ കൊണ്ട് ബീഭത്സമായിരുന്ന ഒരു കാലം. കാനനത്തിൽ കൂട്ടിനായി കാട്ടാറും കാട്ടുമൃഗങ്ങളും മാത്രമുള്ള ഈ അന്തരീക്ഷത്തിൽ മിഴിക്കോണുകളിൽ സ്വപ്നം നിറച്ച് കുടിയേറ്റത്തിന്റെ ആദ്യ പടികൾ കടന്ന് അവർ വന്നു. നീരും നീരുറവയും കണ്ട് ആഹ്ലാദിച്ച് കിനാവുകൾ പാകിമുളപ്പിക്കാൻ നിലമൊരുക്കി വിത്തുകൾ പാകി. കരയായ സമതലങ്ങൾ കിളച്ചുരുക്കി അവർ ജീവിതം മുളപ്പിച്ചു. ചെറുപുഴ ഗ്രാമത്തിന്റെ മണ്ണിൽ കുടിയേറ്റത്തിന്റെ സ്പന്ദനങ്ങൾ പതുക്കെ പതുക്കെ ജീവതാളങ്ങളിൽ ലയിച്ചു ചേർന്നുകൊണ്ടിരുന്നു. ആകാശവിധാനത്തിലെ കറുത്തിരുണ്ട മേഘകൂടാരത്തിനു കീഴെ മനുഷ്യൻ പുതിയ മേച്ചിൽപ്പുറങ്ങൾ കണ്ടെത്തി. 15 വീട്ടുകാർ. അതായിരുന്നു ചെറുപുഴ ഗ്രാമത്തിന്റെ ക്രിസ്തീയ മുന്നേറ്റത്തിന്റെ തുടക്കം. ആത്മീയതയുടെ പച്ചപ്പുകൾ അവർ ചേക്കേറിയ നാടുകളിലൊക്കെ നട്ടുനനച്ചു വളർത്തി. അത് പടർന്നു പന്തലിച്ചപ്പോൾ കൂട്ടായ്മയുടെ കൂടാരങ്ങൾ തീർത്ത് ഒന്നായി യേശുവിനെ വിളിച്ചു. കൂടുകെട്ടി കുടിപ്പാർത്ത അവർ പുതിയ കാലത്തിന്റെ തരിശുഭൂമികളിൽ വിശ്വാസത്തിന്റെ പറുദീസകൾ സൃഷ്ടിച്ചു. ൽ വലിയമറ്റം പിതാവ് ആയന്നൂർക്കാർക്കായി ഒരു ഇടവക പ്രഖ്യാപിച്ചു. ആയന്നൂരിൽ ഒരു വീട് കണ്ടെത്തി. അതിനു മുമ്പിൽ ടാർപോളിൻ വലിച്ചുകെട്ടി 2012 മെയ് 13 ആ ടാർപോളിന് ചുവട്ടിൽ ഇടവകയുടെ ആദ്യ വിശുദ്ധ കുർബാന അർപ്പിച്ചു. അതാണ് ആയന്നൂർ ഇടവകയുടെ തുടക്കം. ഫാദർ ജോർജ് ഏലൂർക്കുന്നേൽ അജഗണങ്ങൾക്കായി കൂടാരമൊരുക്കിയ ആയന്നൂരിലെ വലിയ കുടുംബത്തിന്റെ നാഥൻ. ഈ ഇടവക ജനത്തിന്റെ വിശ്വാസത്തിന്റെ വഴികാട്ടി. ദൈവവേലയുടെ പവിത്രതയും വിശ്വാസത്തിന്റെ പാവനതയും പകർന്നു കൊടുക്കുമ്പോഴും മണ്ണിന്റെ മഹത്വമറിഞ്ഞ് നിതാന്ത പ്രവർത്തകനാകുന്നു ജോർജ് അച്ഛൻ. ആയന്നൂരിലെ സെന്റ് ജോർജ് ചർച്ച് ഇന്ന് ആഹ്ലാദ തിമിർപ്പിലാണ്. അഭിയന്ന് പിതാവിൻ്റെ അടുത്ത് പോയി എത്രയും പെട്ടെന്ന് ഇവിടെ ഒരു കുർബാനയ്ക്കുള്ള സംവിധാനം ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. പെട്ടെന്ന് സാധ്യമല്ലെന്ന് പിതാവ് പറഞ്ഞെങ്കിലും സാവകാശം ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അഭിയന്ന് പിതാവ് ഇവിടെ ഒരു ഇടവക സ്ഥാപിക്കാനുള്ള ഉത്തരവിടുകയും ചെയ്തു. അങ്ങനെയാണ് 2012 മെയ് 13 ആയന്നൂര് ഇടവക വിശുദ്ധ ഗീവർഗീസിൻ്റെ നാമത്തിൽ സ്ഥാപിക്കപ്പെട്ടത്. അതിൻ്റെ പ്രഥമ വികാരിയായിട്ട് എന്നെ നിയമിക്കുകയും ചെയ്തു. കുടിയേറ്റത്തിൻ്റെ ആദ്യ നാളുകൾ വീണ്ടും അയവർക്കത്തക്ക വിധത്തിലായിരുന്നു ഇവിടുത്തെ സംഭവങ്ങളൊക്കെ നടന്നത്. പള്ളിക്ക് വാങ്ങിയ സ്ഥലത്ത് ഒരു ചെറിയ വീടുള്ളതിൽ അതിൻ്റെ മുൻഭാഗം ഉപയോഗിച്ച് വിശുദ്ധ കുർബാന ആരംഭിച്ചു. ജനങ്ങൾ മുറ്റത്ത് ടാർപ്പാ കെട്ടിയ ഒരു പന്തലിൽ നിന്ന് അവർ ദിവ്യബലിയിൽ സംബന്ധിക്കുകയും ചെയ്തു. അങ്ങനെ 2012 മെയ് 13 വിശുദ്ധ ഗീവർഗീസ് സഹതായുടെ തിരുനാൾ ആഘോഷിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ ഇടവകയുടെ പ്രവർത്തനം തുടങ്ങുകയും ചെയ്തു.
തുടർന്ന് വരുന്ന 3 വർഷങ്ങൾ സംഭവബഹുലമാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി നിലവിലുള്ള പള്ളിയുടെ അടിനിലയിൽ ഒരു ചെറിയ സംവിധാനം ഉണ്ടാക്കുകയും 2012 സെപ്റ്റംബർ 8-ാം തീയതി ഞങ്ങൾ അവിടെ ദിവ്യബലി അർപ്പിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഇടവക സ്ഥാപിതമായ മുറയ്ക്ക് സൺഡേ സ്കൂൾ പ്രവർത്തനങ്ങൾ ഏറ്റവും അത്യാവശ്യമായിട്ട് നടത്തേണ്ടതുള്ളതുകൊണ്ട് സൺഡേ സ്കൂൾ നടത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയും മാതാപിതാക്കളുടെ നിർബന്ധപ്രകാരം 1-ാം ക്ലാസ് മുതൽ 9-ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകൾ ഇവിടെ ആരംഭിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. സ്ഥല സൗകര്യങ്ങളുടെ പ്രശ്നമുണ്ടായെങ്കിലും എല്ലാവരും കൂടി സഹായിച്ചു. 2 ലക്ഷം രൂപ ഇലവങ്കൽ ജോർജ് പലിശയില്ലാത്ത വായ്പയായിട്ട് തന്നതുകൊണ്ട് ഞങ്ങൾക്ക് ആ മുറിയുടെ മുകൾ വശം ഒരു റൂഫും കൂടി എടുക്കാൻ സാധിച്ചു. അവിടെ ഞങ്ങൾ സൺഡേ സ്കൂൾ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. തുടർന്ന് ഇടവകയുടെ ഏറ്റവും വലിയ സ്വപ്നവും സന്തോഷവുമായൊരു കാര്യം ബാലൻസ് കിടക്കുകയാണ്. സൃഷ്ടിക്കു മുൻപേ ജലത്തിനുമീതേ ചലിച്ചിരുന്ന ആത്മാവേ, പുതു സൃഷ്ടിയാകുവാൻ കൊതിക്കുന്ന എന്നിൽ പറന്നിറങ്ങി വായോ, പറന്നിറങ്ങി സൃഷ്ടിക്കു മുൻപേ ജലത്തിനുമീതേ ചലിച്ചിരുന്ന ആത്മാവേ, പുതു സൃഷ്ടിയാകുവാൻ കൊതിക്കുന്ന എന്നിൽ പറന്നിറങ്ങി വായോ, പറന്നിറങ്ങി പരിത്രാണകാലേ കന്യകാമേരിയിൽ ആവസിച്ചാത്മാവേ, രക്ഷയിലാഴുവാൻ കൊതിക്കുന്ന എന്നിൽ പറന്നിറങ്ങി വായോ, പറന്നിറങ്ങി പരിത്രാണകാലേ കന്യകാമേരിയിൽ ആവസിച്ചാത്മാവേ, രക്ഷയിലാഴുവാൻ കൊതിക്കുന്ന എന്നിൽ
പറന്നിറങ്ങി വായോ, പറന്നിറങ്ങി വായോ. ദയയുടെ ദിവ്യാത്മാവേ, നന്മതൻ പൊന്നാത്മാവേ, വിശ്വസ്തതയുടെ ആത്മാവേ, നമോ നമഃ. ദയയുടെ ദിവ്യാത്മാവേ, നന്മതൻ പൊന്നാത്മാവേ, വിശ്വസ്തതയുടെ ആത്മാവേ, നമോ നമഃ. പെന്തക്കുസ്താദിനം സെഹിയോനിൽ ശ്ലീഹരെ ജ്വലിപ്പിച്ചൊരാത്മാവേ, പ്രേഷിതനാകുവാൻ കൊതിക്കുന്ന എന്നിൽ പറന്നിറങ്ങി വായോ, പറന്നിറങ്ങി വായോ. പെന്തക്കുസ്താദിനം സെഹിയോനിൽ ശ്ലീഹരെ ജ്വലിപ്പിച്ചൊരാത്മാവേ, പ്രേഷിതനാകുവാൻ കൊതിക്കുന്ന എന്നിൽ പറന്നിറങ്ങി വായോ, പറന്നിറങ്ങി വായോ. ശാന്തി തന്നാത്മാവേ, സൗമ്യതയുടെ ആത്മാവേ, സംയമനത്തിൻ ആത്മാവേ, നമോ നമഃ. ശാന്തി തന്നാത്മാവേ, സൗമ്യതയുടെ ആത്മാവേ, സംയമനത്തിൻ ആത്മാവേ, നമോ നമഃ. സ്നേഹത്തിൻ ആത്മാവേ, ക്ഷമയുടെ പൊന്നാത്മാവേ, ആനന്ദത്തിൻ ആത്മാവേ, നമോ നമഃ. ദയയുടെ ദിവ്യാത്മാവേ, നന്മതൻ പൊന്നാത്മാവേ, വിശ്വസ്തതയുടെ ആത്മാവേ, നമോ നമഃ. ശാന്തി തന്നാത്മാവേ, സൗമ്യതയുടെ ആത്മാവേ, സംയമനത്തിൻ ആത്മാവേ, നമോ നമഃ. ആനന്ദത്തിൻ ആത്മാവേ, നമോ നമഃ. 2012 ഡിസംബർ 31 ഈ ഇടവകാംഗമായ ബഹുമാനപ്പെട്ട ഡീക്കൻ തോമസ് സോജൻ ഇളമ്പുരയിടത്തിൻ്റെ പൗരോഹിത്യ സ്വീകരണ തീയതി നിശ്ചയിച്ചു തന്നത്. അപ്പോഴേക്കും പള്ളിയുടെ പണികൾ പൂർത്തിയാക്കുവാൻ സാധിക്കുമോ എന്നുള്ള ഉത്കണ്ഠയും വ്യഗ്രതയുമൊക്കെ ഞങ്ങളിലും എല്ലാവരിലും ഉണ്ടായി. ദൈവത്തിനെ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങി. സാമ്പത്തികമായിട്ട് ഒത്തിരി പ്രതിസന്ധികളുണ്ടെങ്കിലും ജനം മുന്നോട്ട് വന്ന് ഏകദേശം ചില കുടുംബങ്ങൾ 400 വരെ പണികളെടുത്ത്, അതുപോലെ കൊച്ചു പിച്ചടച്ചുള്ള എല്ലാ മനുഷ്യരും ഈ 2-3 മാസക്കാലം ദേവാലയം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള കഠിന ശ്രമങ്ങളിൽ ഏർപ്പെട്ടു. ബഹുമാനപ്പെട്ട അമ്മമാരുടെയും അതുപോലെ തന്നെ മുതിർന്നവരുടെയും യുവജനങ്ങളുടെയും കുട്ടികളുടെയും ഒക്കെ സഹകരണം ഓർക്കുമ്പോൾ ഇപ്പോഴും എൻ്റെ മനസ്സ് ദൈവസ്നേഹത്താലും ദൈവത്തിനോടുള്ള നന്ദി കൊണ്ട് നിറഞ്ഞു പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ആ സാക്ഷാത്കാരം നടത്തി 2012 ഡിസംബർ 31 രാവിലെ 9 മണിക്ക് അഭിമന്യ പിതാവിന് സ്വീകരണം നൽകി ദേവാലയത്തിൻ്റെ വെഞ്ചിരിപ്പ് നടത്തി. തുടർന്നങ്ങോട്ട് ഡീക്കൻ സോജൻ്റെ പട്ടസ്വീകരണമായിരുന്നു. അതിനുശേഷം അദ്ദേഹം തന്നെ ആദ്യത്തെ ദിവ്യബലി നടത്തി ഈ ദേവാലയത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നവും സാക്ഷാത്കരിച്ചു. അങ്ങനെ സ്ഥാപിതമായതാണ് ആയന്നൂർ ഇടവക.
വാഴുമിൻ്റെ ദൈവമേ വാഴുവാൻ വന്നിടൂ എൻ്റെ ഹൃത്തിലും തൂവെള്ളവോസ്തിയിൽ വാഴുമെൻ്റെ ദൈവമേ വാഴുവാൻ വന്നിടൂ എൻ്റെ ഹൃത്തിലും തുഷാരബിൻ പോലെ അലകമാക്കണേ തുഷാരബിന്ദു പോലെ അലകമാക്കണേ തിന്മയാൽ മൂടുമെൻ്റെ മാനസം നാഥാരാധന നാഥാരാധന പാടാം ആരാധന നിത്യം ആരാധന നാഥാരാധന നാഥാരാധന പാടാം ആരാധന നിത്യം ആരാധന. ആഴമേറും സ്നേഹമേ ബലിക്കല്ലിൽ വിരിയും നറുപുഷ്പമേ ആഴമേറും സ്നേഹമേ ബലിക്കല്ലിൽ വിരിയും നറുപുഷ്പമേ കരുതുന്ന സ്നേഹമേ യേശുവേ കരുണതൻ വറ്റാത്ത ഉറവേ കരുണതൻ വറ്റാത്ത ഉറവേ നാഥാരാധന നാഥാരാധന പാടാം ആരാധന നിത്യം ആരാധന. സൂര്യനേക്കാൾ ശോഭയേറും ദീപമേ ജീവനേകി കാത്തിടുന്ന ഇടയനേ സൂര്യനേക്കാൾ ശോഭയേറും ദീപമേ ജീവനേകി കാത്തിടുന്ന ഇടയനേ തെറ്റുകൾ ക്ഷമിച്ചിടും താതനേ മാറോടു ചേർത്തിടും അമ്മ നീ മാറോട് ചേർത്തിടുന്ന അമ്മ നീ തൂവെള്ളവോസ്തിയിൽ വാഴുമെൻ്റെ ദൈവമേ വാഴുവാൻ
വന്നിടൂ എൻ്റെ ഹൃത്തിലും തൂവെള്ളവോസ്തിയിൽ വാഴുമെൻ്റെ ദൈവമേ വാഴുവാൻ വന്നിടൂ എൻ്റെ ഹൃത്തിലും തുഷാരബിൻ പോലെ അലകമാക്കണേ തുഷാരബിന്ദു പോലെ അലകമാക്കണേ തിന്മയാൽ മൂടുമെൻ്റെ മാനസം നാഥാരാധന നാഥാരാധന പാടാം ആരാധന നിത്യം ആരാധന നാഥ ആരാധന നാഥാരാധന പാടാം ആരാധന നിത്യം ആരാധന. ഈസ്റ്റളേരി ഗ്രാമപഞ്ചായത്തിലെ 12-ാം വാർഡിൽപ്പെട്ട ആയന്നൂർ എന്ന പ്രദേശം വികസനത്തിൻ്റെ കാര്യത്തിൽ ഏറെ പിന്നോക്കാവസ്ഥയിലായിരുന്നു. ഞാനിവിടെ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റും വാർഡ് മെമ്പറുമായി വന്നതിന് ശേഷമാണ് ആയന്നൂർ പള്ളി അതിൻ്റെ തുടക്കം കുറിക്കുന്നത്. ആ സമയത്ത് തന്നെ ദേവാലയ മധ്യസ്ഥൻ്റെ പ്രത്യേക പ്രാർത്ഥനയോടുകൂടിയും വികാരിയച്ഛൻ്റെ പ്രത്യേക ആശീർവാദ അനുഗ്രഹങ്ങളും വാങ്ങിക്കൊണ്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളിലും ഇറങ്ങി പുറപ്പെട്ടത്. ഏത് വികസന പ്രവർത്തനം തുടങ്ങുമ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ച് ഒരുങ്ങി പുറപ്പെട്ടതുകൊണ്ടാവണം എല്ലാ കാര്യങ്ങളിലും എനിക്ക് 100% വിജയമുണ്ടായി. ആയന്നൂർ സെൻറ്റ് ജോർജ് ചർച്ച് വന്നതിന് ശേഷം ദേവാലയ മധ്യസ്ഥൻ്റെ പ്രത്യേക പ്രാർത്ഥനയും വികാരിയച്ഛൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഇതിൻ്റെ പ്രചോദനമായി ഞങ്ങൾക്ക് പിന്നിലുണ്ടായിരുന്നു.